അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ റിക്കവർ ആകാൻ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ ഋതപ്പനെ ഓർത്തിട്ട്. അവൻ കുഞ്ഞാണ്, അവനെ ഓർത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോഴും എന്നെ ഞാൻ ചത്തുപോകട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അതിലുപരി എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സ്നേഹിക്കുന്ന ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പിക്ക് ലൈൻ ഇട്ടതിന് നല്ല പെയിനുണ്ട്, വീട്ടിലുണ്ട്. മുഖത്തൊക്കെ പാടുണ്ടല്ലേ, അതൊക്കെ ഉണ്ട്. ഭയങ്കര പെയിനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ പാട്ട് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പാടാം. ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ആശ്വാസമാകുമായിരിക്കുമല്ലോ. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ. രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാം. വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാം. യേശുവിനടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ബ്ലീഡിങ് ഉണ്ട് ചെറുതായിട്ട്. സോ പെയിനാണ്. ഗുഡ് നൈറ്റ്. രേണുസുതിക്ക് ക്യാൻസർ ആണ് എന്ന വാർത്ത മലയാളികൾ എല്ലാവരും തന്നെ ഞെട്ടലോടെയാണ് കേട്ടത്. ആഴ്ചകൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ വാർത്ത പുറത്തു വന്നിരുന്നു. എങ്കിലും അത് ഒരു തെറ്റിദ്ധാരണയാണ് എന്ന രീതിയിൽ ആ വാർത്ത പോയിരുന്നു. രേണു തന്നെ ആ അസുഖം ആർക്കും വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് അന്ന് പ്രതികരിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നും അത് തൻ്റെ ഹാർട്ട് മസിൽസിലേക്കും ലങ്സിലേക്കുമെല്ലാം പകർന്നു എന്നും പടർന്നുകൊണ്ടിരിക്കുകയാണ്, താൻ 4th സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് രേണു രംഗത്തെത്തിയത്. വല്ലാത്തൊരു വേദനയോടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ പ്രാഗിയവരെല്ലാവരും ഇപ്പോൾ രേണുവിനെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തനിക്ക് തൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമേ സങ്കടമുള്ളൂ. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിച്ചേ പറ്റൂ. എനിക്ക് പണം ഉണ്ടാക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ റീലുകളിലും ആൽബങ്ങളിലും ഒക്കെ അഭിനയിച്ചത്, ഈ ഉദ്ഘാടനങ്ങൾക്കും ഗൾഫിലും എല്ലാം പോയത്. എനിക്ക് പണം വേണമായിരുന്നു, എൻ്റെ ചികിത്സയ്ക്ക് പണം വേണം, എനിക്കെൻ്റെ കുഞ്ഞിനെ നോക്കാൻ പണം വേണം. പണത്തിന് വേണ്ടി തന്നെയാണ് ഈ 3 വർഷം താൻ ഇത്രയും പരിഹാസങ്ങളും ഇത്രയും ശാപവാക്കുകളും എല്ലാം കേട്ടിട്ടും താൻ മുന്നോട്ട് പോയതെന്ന് രേണു പറയുന്നു. ശരിക്കും ഇത്രയും ബോൾഡായ ഒരു സ്ത്രീ, ഇനിയും അവർ മുന്നോട്ട് വരട്ടെ, ഇനിയും ജീവിക്കട്ടെ. രേണു ഇപ്പോൾ ആശുപത്രിയിലാണ്. നാളെ കീമോ തുടങ്ങും. എന്നാൽ രേണുവിനൊപ്പം കുടുംബം എല്ലാവരുമുണ്ട്. എല്ലാവർക്കും ഒപ്പം നിൽക്കാൻ പറ്റില്ല. സഹോദരിയാണ് കൂടെ ഉള്ളത്. മകനും എല്ലാവരും വീട്ടിൽ തന്നെയാണ്. കുടുംബം എല്ലാവരും പ്രാർത്ഥനയിലാണ്. രേണുവിനെ കാണാൻ, രേണുവിനൊപ്പം നിൽക്കാൻ കിച്ചു വരണേ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്.